നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. CPM പുനലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. MA രാജഗോപാൽ വീണ്ടും ഏരിയ സെക്രട്ടറി. സമാപന പൊതുസമ്മേളനം പുനലൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. VM സുധീരന്റെ ജനപക്ഷ യാത്രയുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ വ്യാജ രസീത് നിർമ്മിച്ച പണപ്പിരിവ് നടത്തിയതായി ക്വാറി ഉടമയുടെ വെളിപ്പെടുത്തൽ. വിവിധ ക്വാറി ക്രഷർ ഉടമകളിൽ നിന്നായി തട്ടിയത് ലക്ഷങ്ങളെന്ന വെളിപ്പെടുത്തൽ. മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണനും സംഘത്തിലുള്ളതായി ക്വാറി ഉടമ. ആവണീശ്വരത്ത് സ്കൂൾ ബസും ഓട്ടോയും തമ്മിലിടിച്ച അപകടം. ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 5 പേർക്ക് സാരമായി പരിക്കേറ്റു. തലമുറകളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച വെണ്ടാർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഭൗതിക ശരീരം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. CPM പുനലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. MA രാജഗോപാൽ ഏരിയ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. സമാപന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. റബ്ബർ കർഷകരെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഡോക്ടർ തോമസ് ഐസക് കുറ്റപ്പെടുത്തി. മദ്യം കഴിക്കുന്നവരെ തിരുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. മദ്യം നിരോധിക്കാൻ യാത്ര നടത്തുന്നവർ ബാറുകാരിൽ നിന്നും ഇപ്പോൾ കള്ളുഷാപ്പുകളിൽ നിന്നും പണം പിരിക്കുകയാണ്. മോഡി ഹിന്ദു വർഗീകരണം നടത്തുകയാണ്. ഇപ്പോഴത്തേതുപോലെ വർഗീയത വെച്ചു പുലർത്തിയ മുസ്ലിം ലീഗ് ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. BJP അതിനെ നിർജീവമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ CPMന്റെ നിലപാട് മതനിരപേക്ഷതയാണെന്നും തോമസ് ഐസക് പറഞ്ഞു. റബ്ബറിന്റെ വില 200 ആണെങ്കിൽ 205 രൂപയ്ക്ക് സർക്കാർ റബ്ബർ മേടിക്കും. റബ്ബറിന്റെ വില 100 ആയിട്ട് കുറഞ്ഞാലോ 105 രൂപക്ക് മേടിക്കും. സർക്കാർ വില 205 105 കുറക്കും. എന്താണ് കൃഷിക്കാരന് ചുരുങ്ങിയത് 200 രൂപയെങ്കിലും കിട്ടണം. 240 വേണ്ട. അല്ല പോട്ടെ, കഴിഞ്ഞ 3 വർഷം കിട്ടിയ ശരാശരി വില 175 കിട്ടണം. അതിൽ താങ്ങാൻ ഞങ്ങൾ മേടിച്ച് സംഭരിക്കും എന്ന് പറയുന്നതിന് പകരം കമ്പോളത്തിൽ വില കുറയുമ്പോ ഞങ്ങളും കുറയ്ക്കും എന്ന് പറഞ്ഞ് സർക്കാരും കൂടി ഇറങ്ങിയാൽ പിന്നെ കമ്പോളത്തെ വില പിടിച്ചു വെക്കാൻ പറ്റും. അപ്പൊ മുഖ്യമന്ത്രി പറയണത് ഇത്രയും റബ്ബറൊക്കെ ഇങ്ങനെ സബ്സിഡി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പണമുണ്ടോ? നമ്മൾ ചോദിച്ചു. കേരളത്തിലെ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന്, റബ്ബർ കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് മാത്രം നികുതിയായിട്ട് 250 കോടി രൂപയാണ് ഓരോ വർഷവും പിരിക്കുന്നത്. ഇന്നൊരു അപകടം വരുമ്പോ ഈ 5ഉം 10ഉം നക്കാപ്പിച്ച കോടി കൊടുക്കാതെ മാറ്റിവെക്ക് 250-300 കോടി രൂപ, എന്നിട്ട് പറ ഞങ്ങൾ റബ്ബർ മേടിക്കുമെന്ന്. അപ്പൊ റബ്ബർ വില മാറുന്നത് കാണാം. ഇതിനൊന്നും ചെയ്യാതെ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ കെങ്കിയിലെ വ്യവസായികളുടെ യോഗം വിളിക്കാൻ പോവുകയാണ്, എന്നിട്ടോ അവരോട് അഭ്യർത്ഥിക്കാൻ പോവുകയാണെന്ന് കേരളത്തിൽ നിന്ന് റബ്ബർ മേടിക്കണം, വിദേശത്ത് നിന്ന് മേടിക്കരുത്. കോഴിയെ കാക്കാൻ കുറുക്കനെ തന്നെ ഏൽപ്പിക്കുന്ന പരിപാടിയായിട്ട് നടക്കുക. അങ്ങനെ അവതർക്കിതമായ കാര്യമാണ് നമ്മുടെ കാർഷിക വേല. റബ്ബർ ഇതെല്ലാം വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്ന്. അപ്പോ കർഷക പ്രേമം പറഞ്ഞു നടക്കുന്ന KM മാണി എന്താ ചെയ്യേണ്ടത്? കൃഷിക്കാരെ പിടിയാൻ പാടുണ്ടോ? നാളെ നിയമസഭയിൽ 15-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാൻ വെച്ചിരിക്കുന്ന നിയമപ്രകാരം 100 കോടി രൂപയാണ് കൃഷിക്കാരിൽ നിന്ന് പിരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാളികേരം, കവുങ്ങ് ഇങ്ങനെയുള്ള വിളകളെ കൃഷി ചെയ്യുന്നവർക്ക് പ്ലാന്റേഷൻ ടാക്സ് ഇല്ല. ഇനിമേല് കവുങ്ങായാലും നാളികേരമായാലും 2 ഹെക്ടറിൽ കൂടുതലുണ്ടോ പ്ലാന്റേഷൻ ടാക്സ് കൊടുക്കണം. ഇങ്ങനെയുള്ള നിയമം ഉണ്ടാക്കുകയാണ്. അപ്പൊ നാളികേരത്തെയും കവുങ്ങിനെയും കൂടി പ്ലാന്റേഷനാക്കി നിർവചിച്ച് നികുതി പിരിക്കാൻ നിയമം ഉണ്ടാക്കിയാണ് KM മാണി. നമ്മുടെ പാർട്ടി മദ്യപാനത്തിനെതിരാണ്. മദ്യപാനത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിയാണ്. സ്ഥിരമായിട്ട് മദ്യപിക്കുന്നത്, പരസ്യമായിട്ട് മദ്യവെക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവില്ല, പാർട്ടി അനുഭാവികമായിട്ട് ഇരുന്നോളൂ എന്നൊരു നിലപാടെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന
സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവരെ തിരുത്താനും നടപടി വേണം. തിരുത്താത്തവരെ മാറ്റുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ചിലരൊക്കെ ഇടയാകുമ്പോ ഇത് പൂർണ്ണമായിട്ട് ഇനി പാലിച്ചോ ഇല്ലെന്നൊരു സംശയം. തിരുത്താൻ ഇനിയും നേരമുണ്ട്. അപ്പോ ഇങ്ങനൊരു നടപടി ഏതെങ്കിലും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്? അയ്യോ, മദ്യ നിരോധനം സിന്ദാബാദ് വിളിച്ച ജാഥ നടത്തുമ്പോ ഇപ്പൊ എന്തൊക്കെ കഥകളാ വരുന്നത്. ഏതൊക്കെ ബാർ ഉടമകളുടെ കയ്യിൽ നിന്നാണ് പണം മേടിക്കുന്നത്. ബാർ ഉടമകൾ ഇപ്പൊ പണം കൊടുക്കാൻ സ്വല്പം വിസമ്മതിക്കൂ എന്നുള്ളതുകൊണ്ട് കള്ള് ഷാപ്പിൽ നിന്ന് കുറ്റം തീർത്ത് പിരിച്ചുകൊണ്ടിരിക്കുക. ബാർ അടക്കുമ്പോ നിങ്ങൾക്കാണല്ലോ നേട്ടം, അതുകൊണ്ട് അതിന്റെ പിരിവ് കൊടുത്ത എന്ന് പറഞ്ഞ് 100 കോടി രൂപയല്ലേ പിരിക്കുന്നത് ഒരു ജാഥയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ മദ്യ നിരോധനത്തിന് വേണ്ടി നിൽക്കുന്നവര് എന്താ നിയമം കൊണ്ടുവരാൻ പോണത്? ബിയറും വൈനും ബാക്കി എല്ലാ മദ്യത്തിനും 20% നികുതി വർദ്ധിപ്പിക്കുക. അപ്പൊ മദ്യ നിരോധനം വേണം, മദ്യത്തിൽ നിന്നുള്ള പരമാവധി നികുതിയും വേണം. എക്സൈസ് മന്ത്രി വിളിച്ച് ആണിയിടുന്നത് എന്താണ്? ഉദയഭാനു കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഞങ്ങൾ കാര്യങ്ങൾ നീക്കുന്നത്. അവിടെ കള്ളിനും വീര്യം കുറഞ്ഞ മദ്യത്തിനും അതിനെ അനുവദിക്കുകയും വീര്യം കൂടിയ മദ്യം നിരോധിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങള് ബിയർ വൈൻ പാർലറെ കുറിച്ച് തീരുമാനിക്കാത്തത്. ബാക്കിയൊക്കെ തീരുമാനിച്ചില്ല. എന്താ ഉണ്ടായിരിക്കണത്? ബാറുകാരുമായിട്ടുള്ള ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുക. അടച്ച 418 ബാറ്, അതില് ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാം എന്നൊരു ഒത്തുതീർപ്പ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴിപ്പോഴാണ് പെട്ടെന്ന് ബോധോദയം വന്നിരിക്കുന്നത്. ബിയർ വൈൻ പാർലറെ കുറിച്ച് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടുണ്ട്. പറയണ്ട ബാബു, എന്തിനാണ് പ്രത്യേകം പറയുന്നത്? 418 ബാർ അടച്ചപ്പോഴേ ആ ബാറിലെ വൈനും ബിയറും മാറ്റി നിർത്തി ബാക്കി മദ്യങ്ങളാണോ നിരോധിച്ചത്? ബാറാണ് അടച്ചത്. വൈനും ബിയറും പാടില്ല എന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോ ഈ വർത്താനത്തിന് പോകുന്നത് എന്തിന്? KSRTC നഷ്ടമാണ്, ചെറിയ തോതിലെങ്കിലും നഷ്ടം പണ്ടേ വന്നേ. കാരണം സർക്കാർ പറഞ്ഞിട്ട് ഒരുപാട് സൗജന്യങ്ങൾ നാട്ടുകാർക്ക്, വിദ്യാർത്ഥികൾക്ക്, ഇപ്പൊ പോലീസുകാർക്കും കൊടുക്കുന്നു സൗജന്യ യാത്ര. ഇത് വലിയ തുക വരും. ആ നഷ്ടം നികത്താൻ സർക്കാർ KSRTC പറഞ്ഞു, നിങ്ങൾ വായ്പ എടുത്ത് നഷ്ടം നികത്തിക്കോണം. അങ്ങനെ ഉദാരമായിട്ട് വായ്പ കൊടുക്കാൻ KTDSC എന്ന് പറയുന്ന സ്ഥാപനത്തെ ഉണ്ടാക്കി. അങ്ങനെ ഈ വർഷം ഈ സർക്കാർ വന്നതിന് ശേഷം 900 കോടി രൂപ വായ്പ കൊടുത്തിരിക്കും. ഈ വായ്പയുടെ പലിശ കൊടുക്കും. KSRTCയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ വായ്പാ ബാധ്യത മാറ്റിയിട്ട് ഇനി നിങ്ങൾ ശരിക്കും പ്രവർത്തിക്കൂ, ലാഭത്തിൽ നടക്കണം എന്ന് പറയാ. അത് തയ്യാറല്ലെങ്കിൽ പെൻഷൻ ബാധ്യത ഏറ്റെടുക്കാൻ. രണ്ടിലും പരിഹാരമില്ല. ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ്. ശിവഗിരിയിലേക്ക് മോഡി ഇത്രയും നാള് ഇവിടുത്തെ ദളിതരെ മുഴുവൻ ഏറ്റവും നീചമായ പൈശാചികമായ ചൂഷണത്തിനും അടിച്ചമർത്തലിനും നൂറ്റാണ്ടുകളായി വിധേയരാക്കിയവര് ആർഷഭാരതത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവര് മോഡി വിളിക്കുകയാണ് KPMSകാരെ ഡൽഹിയിലേക്ക്. നായർക്ക് നായര്, ഈഴവൻ ഈഴവന്, ഈ രീതിയിൽ ജാതി തിരിച്ച് സംഘടിപ്പിക്കുന്നു, ഓരോരുത്തർക്കും ബലാപേക്ഷ പറയുന്നു. എന്നിട്ട് ഹിന്ദു വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കുന്നുള്ള പരിശ്രമം നടക്കുക. ഇതിനെതിരായിട്ട് കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ ഇന്നത്തെ കാലത്ത് പ്രയാസം. ഉമ്മൻചാണ്ടി ഇവരോടൊക്കെ ഒത്തുതീർപ്പുണ്ടാക്കുന്നത് മാത്രമല്ല, ഈ ഭരണത്തിൽ പങ്കാളിയാണ് മുസ്ലിം ലീഗ്. ഇതിനു മുമ്പ് ലീഗ് മന്ത്രിമാര് കേരളം ഭരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി വരെയായിട്ട്. എന്നാൽ ഇതുപോലെ വർഗീയത
ഇതുപോലെ സങ്കുചിതമായ സമുദായ വീക്ഷണം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു ലീഗ് നേതൃത്വം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഏത് ലീഗ് മന്ത്രിമാരുടെ സ്റ്റാഫിലാണെന്ന് മറ്റ് സമുദായത്തിൽ നിന്ന് ഒരാളുള്ളത്? സ്റ്റാഫ് പോട്ടെ, സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സൂരജ് പോയോ വേറൊരു സമുദായത്തിൽ നിന്നൊരാൾ. ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ട് ഇതെല്ലാം മുസ്ലിം വിരോധമായി ഈ ലീഗിന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിരോധമാക്കി മാറ്റുന്നതിന് BJP പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ നിലപാട് എന്താണെന്നറിയാമോ? ഇതിനൊക്കെ എതിർക്കും. ലീഗിന്റെ വർഗീയത തുറന്നു കാണിക്കും. പക്ഷേ ഹിന്ദു വർഗീയതയുടെ അടിസ്ഥാനത്തിലല്ല, മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലാണ്. മതനിരപേക്ഷതയുള്ള മുസൽമാനും ഞങ്ങളോടൊപ്പം അണിനിരന്ന് ഈ വർഗീയത എതിർക്കാൻ പറ്റുന്ന ഒരു വിശാലമായ വേദിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കാൻ. ടൈറ്റസ് സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോർജ് മാത്യു, S ജയമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. VM സുധീരന്റെ ജനപക്ഷ യാത്രയുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ വ്യാജ രസീത് നിർമ്മിച്ച് പണപ്പിരിവ് നടത്തിയതായി ക്വാറി ഉടമയുടെ വെളിപ്പെടുത്തൽ. വിവിധ ക്വാറി ക്രഷർ ഉടമകളിൽ നിന്നായി ലക്ഷങ്ങളാണ് തട്ടിയതത്രേ. മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ സംഘത്തിലുള്ളതായി ക്വാറി ഉടമ വെളിപ്പെടുത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിതറ മണ്ഡലം പ്രസിഡന്റ് ഷമീം, മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് AA ലത്തീഫ് എന്നിവർ ചേർന്ന് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായി തൂറ്റിക്കൽ സത്യം ക്രഷർ യൂണിറ്റ് ഉടമ സത്യനാണ് വെളിപ്പെടുത്തിയത്. VM സുധീരന്റെ ജനപക്ഷ യാത്രയ്ക്ക് കോട്ടുക്കലിൽ നൽകുന്ന സ്വീകരണത്തിനായാണ് തുക ആവശ്യപ്പെട്ടത്. 1 ലക്ഷം നൽകാൻ കഴിയില്ലെന്ന സത്യൻ പണം ആവശ്യപ്പെട്ടവരോട് വ്യക്തമാക്കി. 75,000 രൂപയുടെ രസീത് നൽകി പോയ സംഘം ദിവസങ്ങൾക്കു ശേഷം വീണ്ടും വന്ന് 50,000 രൂപ വാങ്ങി. കഴിഞ്ഞ മാസം 30-ന് ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് VO സാജൻ, KPCC ജനറൽ സെക്രട്ടറി MM നസീർ, S മുരളീധരൻ നായർ തുടങ്ങിയവർ യഥാർത്ഥ പിരിവുമായി എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത്. ഒരു ദിവസം 15-ാം തീയതി അന്ന് ഈ ലത്തീഫും പഴയ XMLA പ്രയാർ ഗോപാലകൃഷ്ണ സാറും ഷമീമും അങ്ങനെ ഒത്തിരി ആളിലൂടെ വന്നിരുന്നു എന്നോട് പിന്നെ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു സുധീരന്റെ യാത്രയ്ക്ക് വേണ്ടി, ജനപക്ഷ യാത്രയ്ക്ക്. അപ്പൊ ഞാനത് കൊടുക്കാൻ തയ്യാറായില്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ 25,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഇല്ലാതെ 75,000 രൂപയുടെ രസീത് എഴുതി ഇട്ടിട്ട് പോയി. അത് ഞാനത് പിന്നെ പിറ്റേ ആഴ്ച എന്റെ പിരിവിന് പൈസ വാങ്ങാനായിട്ട് ഷമീം എന്ന് പറഞ്ഞ കക്ഷി വന്നപ്പോഴത്തേക്ക് ഞാനത് 50,000 രൂപ കൊടുത്തു. ആ വിഷയം അവിടെ തീർത്തു. അതിനുശേഷം കഴിഞ്ഞ 30-ാം തീയതി പിന്നെ ചിതറ നിലമേൽ മണ്ഡലം പ്രസിഡന്റ് സാജനും ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് സാജനും MM നസീർ, മുരളി പഞ്ചായത്ത് പ്രസിഡന്റ്, ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ, വൈസ് പ്രസിഡന്റ് പിന്നെ അൻസർ അവരുടെ ചേർന്ന് ഇതേ ആവശ്യം പറഞ്ഞൊരു പിരിവിന് വന്നപ്പോഴാണ് ഞാനിത് ഇങ്ങനെ വ്യാജമായി പിരിച്ചു എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ അവരോട് ഈ വിവരം പറഞ്ഞു. ഞാൻ ഈ രസീത് എടുത്ത് അവരെ കാണിച്ച് ഇന്ന രീതിയിലുള്ള പിരിവുകൾ നടത്തിയിട്ടുണ്ട്, ഇത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ ഒരു രേഖ തരിക, ഞങ്ങൾ അതിന് വേണ്ട നിയമമനുസരിച്ച് ചെയ്യാനുള്ള ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ അത് വാങ്ങിക്കൊണ്ടുപോയി. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴാണ് ഞാനത് അറിയുന്നത് നമ്മളെ ചീറ്റ് ചെയ്തെന്നുള്ള വിവരം. അപ്പൊ അവരും പറയുന്നത് അവരത് അറിഞ്ഞില്ല. അങ്ങനെ ഈ രീതിയിൽ വ്യാപകമായ പിരിവ് എല്ലാ സ്ഥലത്തും നടത്തിയതായിട്ടാണ് അവരും പറഞ്ഞറിഞ്ഞത്, അല്ലാതെ അറിഞ്ഞത്. വ്യാജ റെസിപ്റ്റ് അടിച്ചുകൊണ്ട് വ്യാജ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ കോട്ടപ്പുറത്ത് വെച്ച് കോട്ടക്കൽ വെച്ച് നടത്തുന്നുള്ള രീതിയിലാണ് ആ രസീത്. പക്ഷെ കോട്ടക്കൽ അങ്ങനെ ഒരു സമ്മേളനം, ഒരു പരിപാടി ഇല്ലായിരുന്നു. അത് ആ പരിപാടി ചടയമംഗലം നിലമേൽ വെച്ചാണ് നടത്തിയത്. നമുക്കതറിയില്ല. ചിതറ മണ്ഡലം പ്രസിഡന്റ് ഷമീമാണ് വന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോയത്. ഈ പൈസ വാങ്ങിയത് ഷമീം അന്നുണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ രണ്ടുപേരും ഞാൻ കണ്ടില്ല. 2 പ്രാവശ്യം ഞാനില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ഞാൻ പ്രസിഡന്റ് അല്ല. എനിക്ക് ഫോണിൽ കൂടെ ഉള്ള ബന്ധപ്പെട്ട് ഞാനത് പൈസ കൊടുക്കാൻ പോയി. ഷമീമാണ് പൈസ വാങ്ങിച്ചത്. എന്റേത് പിരിച്ചിട്ടുണ്ട്. പൊതുവിൽ ഇങ്ങനെ ജനങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്, പല രീതിയിലും വ്യാജമായ പിരിവുകൾ നടത്തിയതായിട്ട് പലരും പറഞ്ഞിപ്പോ അറിയുന്നുണ്ട്. ഇവരിപ്പോ രണ്ടാമത് വന്ന ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഇത് നമ്മൾക്ക് മനസ്സിലായത്. ഇതിപ്പോ വിളിച്ചതായപ്പോ റെസിപ്റ്റ് തിരിച്ചു തരണമെന്നൊക്കെ പറഞ്ഞു. തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഇന്ന് വിളിച്ചിരുന്നു. അപ്പൊ റെസിപ്റ്റ് തരാം, നിങ്ങൾ വാങ്ങിച്ച പൈസയുടെ റെസിപ്റ്റ് തരാം, മറ്റേ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വൈകിട്ട് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അതിന്റെ ഇല്ല. അത് മറ്റേ മുരളിയൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി.
വിവിധ ക്വാറി ക്രഷർ യൂണിറ്റുകളിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് സൂചന. സംഭവം കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞതോടെ രസീത് തിരികെ ആവശ്യപ്പെടുകയും വാങ്ങിയ തുകയുടെ യഥാർത്ഥ രസീത് നൽകാമെന്ന് പറയുകയും ചെയ്തതായി സത്യൻ പറയുന്നു. വ്യാജ രസീത് നിർമ്മിച്ച പണപ്പിരിവ് നടത്തിയതിനെതിരെ SDPI പ്രതിഷേധവുമായി രംഗത്തെത്തി. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടികൾ തുടർന്നാൽ SDPIയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സംഘടനയുടെ ചിതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നവാസ് ചിതറ, സെക്രട്ടറി സെയ്ഫുദ്ദീൻ മുതയിൽ എന്നിവർ പറഞ്ഞു. KPCC പ്രസിഡന്റ് ബഹുമാന്യനായ സുധീരൻ സാർ നയിക്കുന്ന ജനപക്ഷ യാത്രയുടെ ഭാഗമായി ഈ പ്രദേശത്തെ ചിതറ മണ്ഡലം കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാർ ഇവിടെ ഈ ചിതറയിലെ അനധികൃത ക്വാറികളിൽ കയറി അനധികൃത പണപ്പിരിവ് നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂഷണത്തിനെതിരെ വരും ദിവസങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ചിതറ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ സമരപരിപാടികളെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ചിതറ മണ്ഡലം കോൺഗ്രസിന്റെ ചിതറ മണ്ഡലം കമ്മിറ്റിയിൽപ്പെട്ട അതിന്റെ പ്രസിഡന്റ് ഷമീം അദ്ദേഹം അനധികൃതമായിട്ട് റെസിപ്റ്റ് അടിച്ചുകൊണ്ട് കോട്ടക്കലിൽ അതിന്റെ ജനപക്ഷ യാത്രയുടെ സമ്മേളനം നടക്കുന്നു പറഞ്ഞിട്ട് അനന്തപുരി പോലുള്ള ക്വാറികളിലും അതുപോലെ സത്യം ക്വാറി അതുപോലുള്ള പോപ്സൺ ഫാത്തിമ ക്രഷർ അതുപോലെ വ്യവസായികളായിട്ടുള്ള ചില വ്യവസായികള് ഇവരെയൊക്കെ ഇദ്ദേഹവും ബ്ലോക്ക് മെമ്പർ ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസുകാർ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ വ്യാപകമായി പണപ്പിരിവ് റെസിപ്റ്റ് അടിച്ചുകൊണ്ട് വ്യാപകമായി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ജനങ്ങൾ തിരിച്ചറിയണം. ശക്തമായ സമരപരിപാടികൾ ജനങ്ങൾ ഇതിനകത്ത് ഉറ്റുനോക്കുകയും ജനങ്ങൾ ഇതിനകത്ത് കൂടിച്ചേരുകയും ഈ സമരങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പാവപ്പെട്ടവൻ പട്ടിണി കിടന്ന് വീടില്ലാത്തവൻ റോഡ് പോലും നന്നാക്കാതെ ചിതറ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് പ്രശ്നം നേരിടുമ്പോൾ ഇതുപോലെ അനധികൃത പിരിവുകൾ നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം തൽപര കക്ഷികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളിൽ ഈ ആൾക്കാരെ പുച്ഛിച്ചു തള്ളണമെന്ന് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ആവണീശ്വരത്ത് സ്കൂൾ ബസും ഓട്ടോയും തമ്മിലിടിച്ച് അപകടം. ബസ് ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത മരത്തിൽ ഇടിച്ചു നിന്നു. ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 5 പേർക്ക് സാരമായി പരിക്കേറ്റു. ഓട്ടോ ഓടിച്ചിരുന്ന പത്തനാപുരം പിറവന്തൂർ പാവുമ്പ റിയാസ് മൻസിലിൽ 33 വയസ്സുകാരനായ അബ്ദുൾ റസാഖ്, ഭാര്യ 32കാരി ഷാഹിദ, മക്കൾ 10 വയസ്സുകാരൻ റിയാസ്, 5 വയസ്സുകാരൻ റിൻഷാദ്, അബ്ദുൾ റസാഖിന്റെ സഹോദരി പുത്രൻ 10 വയസ്സുകാരനായ അൻവാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്കൂൾ ബസിന്റെ ഡ്രൈവർ പാതിരിക്കൽ സ്വദേശി രാമചന്ദ്രൻ പിള്ള, ആയ ശോഭന എന്നിവർക്കും പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ഷാഹിദയും കുട്ടികളും റോഡിലേക്ക് തെറിച്ചു വീണു. ഓട്ടോ ഓടിച്ചിരുന്ന അബ്ദുൾ റസാഖ് ഓട്ടോയുടെ മുൻവശത്ത് കുടുങ്ങി. ഓടിക്കൂടിയ നാട്ടുകാർ വളരെ പണിപ്പെട്ടാണ് അബ്ദുൾ റസാഖിനെ പുറത്തെടുത്തത്. റോഡിൽ തെറിച്ചു വീണവരുടെ മുകളിലൂടെ അപകടത്തിൽപ്പെട്ട ബസ് കയറാതിരുന്നതും ബസ്സിൽ കുട്ടികളുടെ എണ്ണം കുറവായതും ഒടിഞ്ഞ ഇലക്ട്രിക് പോസ്റ്റിലെ വൈദ്യുത ബന്ധം ഇല്ലാതായതും വൻ ദുരന്തം ഒഴിവാക്കി. കുന്നിക്കോട് ഭാഗത്തു നിന്ന് പത്തനാപുരത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും പത്തനാപുരത്ത് നിന്ന് കുന്നിക്കോട് ഭാഗത്തേക്ക് പോയ സ്കൂൾ ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളെ ഇറക്കുന്നതിനായി വലതുവശത്തെ കുതുക്കിയ ബസ്സിൽ ശരിയായ ദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷ ഇടിച്ചാണ് അപകടം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം നടന്ന മിനിറ്റുകൾക്കകം എത്തിയ പുനലൂർ ഫയർഫോഴ്സ് യൂണിറ്റും കുന്നിക്കോട് പോലീസ് സംഘവും നാട്ടുകാർക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കുന്നിക്കോട് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലമുറകളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച വെണ്ടാർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ശനിയാഴ്ച അന്തരിച്ച അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കെ ജോലി രാജിവെച്ച് 1976 ജന്മനാടായ വെണ്ടാറിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. ദേശീയ നിലവാരത്തിൽ ഗ്രാമീണ മേഖലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ആത്മീയ തേജസ്സും നവോത്ഥാന നായകനുമായിരുന്ന വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ പേരിൽ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയാണ് 78ാമത്തെ വയസ്സിൽ വെണ്ടാർ ബാലകൃഷ്ണപിള്ള വിട ചൊല്ലിയത്. ബൃഹത്തായ ശിഷ്യസമ്പത്തിന്റെയും വിശാലമായ സൌഹൃദ സമ്പത്തിന്റെയും ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മണിയൻപിള്ള രാജു, സായ്കുമാർ എന്നിവരടക്കം അനന്തമായി നീളുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്ത്. മലയാളത്തിലെ ഒട്ടുമിക്ക സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു. ഒട്ടുമിക്ക സാഹിത്യ സാംസ്കാരിക നായകന്മാരും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വെണ്ടാർ വിദ്യാധിരാജ വിദ്യാലയത്തിൽ എത്തി വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് +2 നിഷേധിച്ച സർക്കാർ നടപടിക്കെതിരെ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം ഏറെ ശ്രദ്ധേയമാണ്. ഹൈക്കോടതിയിൽ നിന്ന് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുകൂലമായ വിധി നേടിയെടുത്തുകൊണ്ട് സർക്കാർ തീരുമാനം തിരുത്തി എഴുതിക്കുന്നതിലും അദ്ദേഹം കാരണക്കാരനായി. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ, സത്യസായി സേവാ സമിതിയുടെ സാരഥി തുടങ്ങി നിരവധി സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സാരഥിയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിലും പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ
സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ നിരവധി പ്രമുഖരും ശിഷ്യസമൂഹവും അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 3 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സത്യത്തിന്റെയും മനുഷ്യന്റെയും നിയമത്തിന്റെയും പക്ഷത്തുനിന്ന് ഒരു ജീവിതം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യരെന്ന് MLA മുല്ലക്കര രത്നാകരൻ. 90 വർഷം പഴക്കമുള്ള വയലിൽ കോയ കേസ് വിജയത്തിലെത്തിച്ച അഡ്വക്കേറ്റ് വയ്യാനം നസീറിനെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലക്കര. സത്യത്തിന്റെയും മനുഷ്യന്റെയും നിയമത്തിന്റെയും പക്ഷത്തു നിന്ന് ഒരു ജീവിതം മുഴുവൻ പോരാടിയ ആളാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ലോകത്തിലെ എല്ലാ തർക്കങ്ങളിലും പ്രധാന വിഷയം മണ്ണാണ്. മണ്ണിന്റെ പേരിലാണ് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം പോലും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മണ്ണിന്റെ തർക്കങ്ങളിലൂടെയാണ് ലോകത്തിലെ എല്ലാ നിയമങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്, എല്ലാ യുദ്ധങ്ങളും ഉണ്ടായത്. എല്ലാ തകർച്ചയും എല്ലാ ഉയർച്ചയും എല്ലാത്തരം സ്വപ്നങ്ങളും എല്ലാ വിമ്മിഷ്ടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ലോകത്ത് രൂപപ്പെട്ടത് മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളും ബർമ്മയും തമ്മിലുള്ള പ്രശ്നവും മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. മുല്ലപ്പെരിയാർ പ്രശ്നവും ഒരർത്ഥത്തിൽ മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. ആ നദി എവിടെ കൂടെയൊക്കെ വെള്ളം വരുന്നു എന്നതൊക്കെ അതിന്റെ തർക്കത്തിന്റെ പ്രശ്നമാണ്. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഇട്ടിവ കോട്ടുക്കൽ വില്ലേജുകളിലെ 300ഓളം കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചതും വിലയ്ക്ക് വാങ്ങിയതുമായ വസ്തു സംബന്ധിച്ചാണ് കേസ്. 1924 മുതൽ കൊല്ലം കോടതിയിൽ നടന്നുവന്നിരുന്ന വയലിൽ കോയ കേസിലെ വസ്തുവായിരുന്നു ഇത് എന്ന കാരണത്താൽ 2003 കോടതി ഉത്തരവ് മൂലം വസ്തുവിന്റെ പോക്കുവരവ് തടയപ്പെട്ടു. ഇതേ തുടർന്ന് 2010 പാർപ്പിട ഭൂമി സംരക്ഷണ സമിതി രൂപീകരിക്കുകയും കേസ് നടത്തിപ്പിനായി അഡ്വക്കേറ്റ് വയ്യാനം നസീറിനെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. 4 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 2010 തന്നെ കരമെടുക്കുന്നതിന് ഹൈക്കോടതിയിലും തുടർന്ന് കൊല്ലം സബ് കോടതിയിലും കേസ് നടത്തി. 2014 നവംബർ 1 പട്ടയഭൂമി ഉടമസ്ഥർക്ക് അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തു. ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അരുണാദേവി ചടങ്ങിൽ അധ്യക്ഷയായി. പാർപ്പിട ഭൂമി സംരക്ഷണ സമിതി ചെയർമാൻ KR അനീഷ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A നൌഷാദ്, പഞ്ചായത്ത് അംഗം TM ബോവൻ, ഇട്ടിവ റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് D ചന്ദ്രബോസ്, അഡ്വക്കേറ്റ് ശ്രീകുമാർ, S നസീർ മഞ്ഞപ്പാറ, ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. സമാധാനവും സുരക്ഷിതത്വവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പോലീസുകാരെന്ന് റൂറൽ SP S സുരേന്ദ്രൻ IPS. കുമ്മിൾ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പണ്ടത്തെ പോലീസല്ല, ഇപ്പോഴത്തെ പോലീസ് കുറച്ചുകൂടെയൊക്കെ മാറ്റം വന്നു എന്ന് ജനങ്ങൾ പറയുന്നതാണ്. പക്ഷെ വലിയ പോലീസും പുതിയ പോലീസും ഒക്കെ ഒരു പോലീസിന്റെ ഉദ്ദേശമൊക്കെ ശരിയാണ്. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ സ്വന്തം സഹോദരനെ അപ്പനെയൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസുകാരൊക്കെ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇച്ചിരി വേലത്തരം കാണിക്കുന്ന ഇച്ചിരി സ്വന്തം അതിന്റെ മാനദണ്ഡം അങ്ങനെയായിരുന്നു എന്നാ പറയുക. അങ്ങനെയുള്ളവരെയാണ് പോലീസിൽ ചേർത്തോണ്ടിരുന്ന പണ്ട് കാലത്ത്. കാരണം ഈ നാട്ടുകാരെ തന്നെ അടിപ്പിക്കണമല്ലോ, ഇന്ത്യക്കാരെ തന്നെ. അതിനൊക്കെ മാറി വിശാല മനസ്കരായിട്ടുള്ള ഈ സമൂഹത്തിന്റെ നന്മ കാത്തു സൂക്ഷിക്കുന്ന, ഈ സമൂഹത്തിലെ സുരക്ഷിതത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ നാടിലെ സഹോദരങ്ങളാണ്, ഞങ്ങളുടെ ആളുകളാണ് എന്ന് ബോധ്യം വരുന്ന ആ രീതിയിലേക്കുള്ള പോലീസ് സേനയുടെ അത് തന്നെ അങ്ങ് മാറി കാഴ്ചപ്പാട്. സമാധാനവും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടതാണ് പോലീസ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, സമാധാനവും സുരക്ഷിതത്വവും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസും പൊതുജനങ്ങളും കൂടെ ഒരുമിച്ച് നിന്നത്. നാട്ടിൽ സമാധാനം വേണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ ഉൾപ്പെടെ, ഇവിടുത്തെ പൊതുജനങ്ങൾ ഉൾപ്പെടെ 100 കൈയും കൊണ്ട് ഇന്നിപ്പോ ഞങ്ങളെ കൂടെ പോലീസിനെ കൂടെ ചേർക്കുന്നതും പോലീസും പൊതുജനങ്ങളും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതും ഇവിടത്തുള്ള ഈ സ്കൂളുകളിലേക്ക് ഇത് വേണമെന്ന് ആവശ്യപ്പെടുന്നതും ഒരുമിച്ച് നിൽക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ജനങ്ങളും പോലീസും ഒരുമിച്ച് നിന്നാൽ നാട്ടിൽ സമാധാനമുണ്ടാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M നസീർ ചടങ്ങിൽ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് BJ അജയകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം S ആനന്ദകുസുമം, K മധു, SS ശൈലജ, പ്രിൻസിപ്പൽ MS കുറുപ്പൻ, ഹെഡ്മാസ്റ്റർ V ജയദേവൻ, SPC ജില്ലാതല നോഡൽ ഓഫീസർ DYSP KL ജോൺകുട്ടി, കടക്കൽ CI B ഹരികുമാർ, SI MA കബീർ, ഗ്രേഡ് SI C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവം സംഘടിപ്പിച്ചു. 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് മേളയിൽ പങ്കെടുത്തത്. ും
മത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലും കായിക മത്സരങ്ങൾ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂൾ ഗ്രൌണ്ട്, മാങ്കോട് ഗ്രൌണ്ട്, പാടം എന്നിവിടങ്ങളുമാണ് നടന്നത്. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ നിർവഹിച്ചു. കേരളോത്സവ മത്സരാർത്ഥികളുടെ എണ്ണം വർഷം തോറും ഏറിവരികയാണെന്ന് ആശാ ശശിധരൻ പറഞ്ഞു. 6 ഗ്രാമപഞ്ചായത്തിനും ലിസ്റ്റുണ്ട്, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്സിനും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മത്സരാർത്ഥികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളിൽ വേണ്ട രീതിയിൽ എത്തുന്നോ എന്ന് ചോദിച്ചാൽ ഇന്നും എത്തുന്നില്ല എന്നാലും പറയാം. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മത്സരങ്ങൾ നടത്തി ബ്ലോക്കിൽ വന്നിട്ട് ജില്ലാതലത്തിലെ മത്സരം ഡിസംബർ ഒരു 10-നുള്ളിൽ നമ്മൾ ലിസ്റ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ മത്സരം നാളെ കൊണ്ട് തീർന്ന് കൊടുക്കുന്നുണ്ട്. എന്നാലും ജനങ്ങളിൽ ഈ കേരളോത്സവത്തിന്റെ പ്രസക്തി ഓരോ വർഷം കഴിയുന്നതോറും കുറഞ്ഞു വരുന്നതായിട്ടാണ്. ബ്ലോക്ക് പരിധിയിലെ വിളക്കുടി, തലവൂർ, പട്ടാഴി വടക്ക്, പത്തനാപുരം, പിറവന്തൂർ തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെ മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഗതി മന്ദിരങ്ങളിലെ അന്തേവാസികൾക്ക് തുണയായി ഇടമൺ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ. വിളക്കുടി സ്നേഹതീരത്തിനും കലയപുരം ആശ്രയ സംഗീതത്തിനും സ്കൂൾ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പലും കുട്ടികളും ജീവനക്കാരും അടങ്ങുന്ന സംഘം ഇരു സ്ഥാപനങ്ങളിലും എത്തിയാണ് സാധനങ്ങൾ കൈമാറിയത്. സ്നേഹതീരത്തിന് 4 ബക്കറ്റ് സോപ്പും സോപ്പ് പൊടിയും നൽകി. സിസ്റ്റർ ലിസി, കരാറൻ എന്നിവർ ചേർന്ന് ഇവ ഏറ്റുവാങ്ങി. കലയപുരം ആശ്രയ സംഗീതത്തിന് 4 ചാക്ക് അരിയും വസ്ത്രങ്ങളും കുട്ടികൾ വിതരണം ചെയ്തു. ഇവ ആശ്രയ മാനേജർ കെ ശാന്തശിവനും കോർഡിനേറ്റർ എസ് സുഭാഷും ചേർന്ന് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. CPM പുനലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. MA രാജഗോപാൽ വീണ്ടും ഏരിയ സെക്രട്ടറി. സമാപന പൊതുസമ്മേളനം പുനലൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. VM സുധീരന്റെ ജനപക്ഷ യാത്രയുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ വ്യാജ രസീത് നിർമ്മിച്ച് പണപ്പിരിവ് നടത്തിയതായി ക്വാറി ഉടമയുടെ വെളിപ്പെടുത്തൽ. വിവിധ ക്വാറി ക്രഷർ ഉടമകളിൽ നിന്നായി തട്ടിയത് ലക്ഷങ്ങളെന്ന് വെളിപ്പെടുത്തൽ. മുൻ MLA പ്രയാർ ഗോപാലകൃഷ്ണനും സംഘത്തിലുള്ളതായി ക്വാറി ഉടമ. ആവണീശ്വരത്ത് സ്കൂൾ ബസും ഓട്ടോയും തമ്മിലിടിച്ച അപകടം. ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ 5 പേർക്ക് സാരമായി പരിക്കേറ്റു. തലമുറകളെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച വെണ്ടാർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഭൗതിക ശരീരം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.